ഡോക്ടറെ ഇന്ന് നല്ല ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം നല്ല നെഞ്ചുവേദന ഡോക്ടറെ, ഗ്യാസ് കൊണ്ടായിരിക്കും. എടാ ഒരു ഇസി ചെയ്താലൊന്ന് എടുത്തു നോക്കാം. വേണ്ട ഡോക്ടറെ, എന്തായാലും അത് നെഞ്ചരിച്ചില്ല ഉറപ്പാണ്, എന്നാലും ഒന്ന് എടുത്തു നോക്കാം. കായ് ഉണ്ടാക്കാനാ? ഏതായാലും ഒന്ന് എടുത്ത് നോക്കടാ, വല്ല 150 രൂപ അല്ലേ ഉള്ളൂ. ജസ്റ്റ് അത് നോർമലാന്ന് പറഞ്ഞാൽ തന്നെ നിനക്ക് സന്തോഷമാവുമല്ലോ, ഒന്ന് എടുത്ത് നോക്കാം. അവസാനം എടുത്ത് നോക്കിപ്പിച്ചു. പലപ്പോഴും നമുക്കുണ്ടാവുന്ന നെഞ്ചുവേദന അത് വയറിൻ്റെ പ്രശ്നം കൊണ്ടാണോ ഹൃദയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണോ, ഇത് വേർതിരിച്ചെടുക്കാൻ പലർക്കും കഴിയാറില്ല. ചിലപ്പം വേർതിരിച്ചാലും അതിൽ ചിലപ്പം വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കണ്ട് എന്നും വരാം. പലപ്പോഴും സംഭവിക്കുന്ന ഈ ഒരു തെറ്റാണ് പല ജീവനുകളും നഷ്ടപ്പെടാൻ കാരണമാകുന്നത്. ഒരു ഗ്യാസ്ട്രിക് വേദന എന്ന് പറഞ്ഞാൽ അത് തുടങ്ങുന്നത് നമ്മുടെ വയറ്റിൽ നിന്നാണ്. ഹൃദയത്തിൻ്റെ വേദന എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം കുറയുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. രണ്ടിൻ്റെയും വേദന പലപ്പോഴും ഒരുപോലെ തോന്നാം, പക്ഷെ കാരണം പൂർണ്ണമായും വ്യത്യസ്തമാണ്. അപ്പോൾ ഈ രണ്ട് നെഞ്ചുവേദനകളും എങ്ങനെ നമുക്കൊന്ന് വേർതിരിച്ചെടുക്കാം? ഒരു വയറിൻ്റെ പ്രശ്നം കൊണ്ടല്ല ഗ്യാസ്ട്രിക് വേദന എന്ന് പറഞ്ഞാൽ അതൊരു കത്തുന്നത് പോലുള്ള വേദനയാണ്. ഇത് ഭക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വേദനയാണ്. ആൻറ്റാസിഡ് കഴിച്ചാൽ ഇതിന് കുറച്ചൊരു ശമനം കിട്ടും. പിന്നെ ഇത് അനുഭവപ്പെടുന്നത് കൂടുതലും നമ്മുടെ മേൽവയറ്റിലായിരിക്കും. ഹൃദയത്തിൻ്റെ വേദനയോ ഒരു അമർത്തുന്നത് പോലുള്ള അല്ലെങ്കിൽ ഒരു ഭാരം തോന്നുന്ന രീതിയിലുള്ളൊരു വേദനയാണിത്. ഇടത് കൈ താടിയെല്ല് പിൻഭാഗത്തേക്കൊക്കെ ചിലപ്പം ഇത് ഫീൽ ചെയ്യാം. നല്ല വിയർപ്പും ഛർദിയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും ഹാർഡ് വർക്ക്, എന്തെങ്കിലും പരിശ്രമങ്ങൾ ചെയ്തതിന് ശേഷമായിരിക്കും പലപ്പോഴും ഈ ഒരു വേദന നമ്മൾ ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ അനുഭവിച്ചാൽ നമ്മൾ എന്താ പെട്ടെന്ന് ചെയ്യേണ്ടത്? നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് നിർത്തിയിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുക. ഒന്ന് ഇരിക്കുക അല്ലെങ്കിൽ കിടക്കുക. ആവർത്തിച്ച് ഇങ്ങനെ സ്വയം മരുന്ന് കഴിക്കാൻ വേണ്ടി നോക്കരുത്. ഒരിക്കലും നമ്മളിത് ഗ്യാസ് ആണ് എന്ന് കരുതി അവിടെ ഇരിക്കാൻ പാടില്ല. നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ അതൊരു ഹൃദയത്തിൻ്റെ വേദനയായിട്ട് തന്നെ കരുതിയിട്ട് വേഗം പോയി ഹോസ്പിറ്റലിലേക്ക്. ഈ ലക്ഷണങ്ങളൊക്കെ അതിൻ്റെ കൂടെ കാണുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തണം. 10 മുതൽ 15 മിനിറ്റിലധികം നേരം നീണ്ടു നിൽക്കുന്ന നെഞ്ചുവേദന, നന്നായിട്ട് വിയർപ്പ് അനുഭവപ്പെടുക, ശ്വാസം മുട്ടൽ, കൈയിലേക്കും താടിയിലേക്കും പടരുന്ന വേദന, ബാക്കിലോട്ടൊക്കെ തടരുന്ന വേദന, പിന്നെ പ്രമേഹമോ അല്ലെങ്കിൽ ഹൃദയ രോഗങ്ങളോ ഉള്ളവരാണെങ്കിൽ